നമ്മൾ ഇന്ന് ഹൈഡ്രോളജി ക്ലാസ് ആണ്. സോ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ. ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് സംഭവിക്കണേന്ന്. നമുക്ക് ഒരു നാച്ചുറൽ ബാരിയർ മൂലം എയർ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും അത് മേഘങ്ങളായി ഫോം ചെയ്ത് പിന്നെ ഒരു കാറ്റിന്റെ പ്രസൻസിൽ മഴയായിട്ട് പെയ്യുകയും ചെയ്യുവാണെങ്കിൽ അത്തരം പ്രസിപ്പിറ്റേഷൻ ആണ് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ. It occurs due to lifting up of air due to barrier. Okay. ഇപ്പൊ ബാരിയർ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും എന്താ ഒരു മലയോ ഒക്കെ ആയിരിക്കാം അല്ലെ. അപ്പോ നമ്മൾ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഗം മഴ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ലഭിക്കുന്നത് ഈ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ വഴിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ വഴിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാൻ. ദെൻ പ്രസിപ്പിറ്റേഷൻ എവിടെയാണ് സംഭവിക്കുക? അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടെ കാണുന്ന ഈ മൗണ്ടൈനെ ഞാൻ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോർഷനെയാണ് വിൻവാർഡ് സൈഡ് എന്ന് പറയാം. ഓക്കെ, വിൻവാർഡ് സൈഡ്. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇതാണ് ലീവാർഡ് സൈഡ്. അപ്പോ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം കാറ്റ് ലഭിക്കുകയും ഈ മൗണ്ടൈന്റെ പ്രസൻസ് കാരണം അപ്പുറത്തേക്ക് കാറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. സോ ഈ ലീവാർഡ് സൈഡില് മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം കാറ്റ് അവിടേക്ക് എത്താനായിട്ട് ഈ മൗണ്ടൈന്റെ ഈ പീക്ക് പോയിന്റ് അനുവദിക്കുന്നില്ല. സോ ഈ ലീവാർഡ് സൈഡിനെ നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്നും പറയാറുണ്ട്. റെയിൻ ഷാഡോ റീജിയൻ. അപ്പൊ എന്തായിരിക്കും റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയണത്? അവിടെ മഴ ഉണ്ടായിരിക്കില്ല ഈ സൈഡില്, പക്ഷേ അവിടെ മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഭയങ്കര ഇരുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, മഴ പെയ്യുന്നു നമുക്ക് തോന്നും, പക്ഷെ മഴ ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും ലീവാർഡ് സൈഡിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് മഴ ലഭിക്കുന്നത് വിൻവാർഡ് സൈഡിലും റെയിൻ ഷാഡോ റീജിയൻ ഫോം ചെയ്യുന്നത് ലീവാർഡ് സൈഡിലുമാണ്. ഇന്ത്യസ് റെയിൻ ഷാഡോ റീജിയൻ. ഇന്ത്യയുടെ റെയിൻ ഷാഡോ റീജിയൻ ഏതാണ്? ഈസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗമാണ് ഇന്ത്യയുടെ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ അയൽ സംസ്ഥാനം തന്നെയാണ്. ഏതാണ്? തമിഴ്നാട് അല്ലെ. അപ്പൊ തമിഴ്നാട് ഒരു റെയിൻ ഷാഡോ റീജിയനിൽ വരുന്ന ഒരു ഭാഗമാണ്. സോ ഈസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാർഡ് ആണ് ഇന്ത്യയുടെ റെയിൻ ഷാഡോ റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷനിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ വഴിയാണ്. പിന്നെ എവിടെയാണ് മഴ ലഭിക്കുന്നത്? റെയിൻ ഷാഡോ റീജിയൻ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഇന്ത്യയുടെ റെയിൻ ഷാഡോ റീജിയൻ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് എന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലന്റ് അസെന്റ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എയർ മാസ് റൈസ് അപ്പ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ സീ ആൻഡ് ലാൻഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ടർബുലൻസ്. ഓക്കെ, അപ്പൊ പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലൻസ് എന്ന് പറയുമ്പോൾ ഈ തിരകളൊക്കെ ഭയങ്കര ശക്തിയിൽ ലാൻഡിലേക്ക് അടിക്കുന്ന സമയത്ത് ആ സീയും ലാൻഡും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണം ഈ വെള്ളം മുകളിലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ പോകുന്ന സമയത്ത് അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ട് മേഘങ്ങളായി ഫോം ചെയ്ത് മഴയായിട്ട് പെയ്യുന്നു. സോ ഇങ്ങനെ ഈ ഒരു ടർബുലൻസ് കാരണം മഴ വരുവാണെങ്കിൽ അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലന്റ് അസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രസിപ്പിറ്റേഷൻ ഡ്യൂ ടു ടർബുലന്റ് അസെന്റ് ഒക്കർ ചെയ്യുന്നത് ലാൻഡും സീയും തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഡിഫറൻസ് കാരണമാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു മെഷർമെന്റ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. അടുത്തതായിട്ട് മഴ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മഴ എന്ന് പറയുമ്പോൾ മഴ മാത്രമാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു ലിക്വിഡ് ഫോമിലോ സോളിഡ് ഫോമിലോ അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിലേക്ക് വരുന്ന ആ ഫോളിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? റെയിൻ ഗേജസ് യൂസ് ചെയ്തിട്ടാണ് precipitation measure ചെയ്യുക, റെയിൻ ഗേജസ്. ഓക്കെ,
ദെൻ എപ്പോഴാണ് ഈ ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കണേന്ന് നോക്കാം. ഡെയിലി മെഷർമെന്റ്, ഡെയിലി നമ്മൾ ഈ ഒരു മഴയുടെ അളവ് രേഖപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം രാവിലെ 8:30 ഈ ഒരു മെഷർമെന്റ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8:30 AM, 8:30 രാവിലെ 8:30 ഡെയിലി മെഷർമെന്റ് എടുക്കുന്നത്. അതായത് തൊട്ട് മുമ്പത്തെ ആ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ ഡാറ്റയാണ് നമുക്ക് ഡെയിലി മെഷർമെന്റ് വഴി കിട്ടുന്നത്. ഓക്കെ, ഇൻ റീജിയൻസ് ഓഫ് ഹെവി റെയിൻ വി നീഡ് 3 to 4 times മെഷർമെന്റ്. അപ്പൊ നല്ല രീതിയിൽ മഴയുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ഒരുപാട് മഴ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം ഒരു മെഷർമെന്റ് ഒന്നും എടുത്താൽ മതിയാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3-4 തവണ ഈ മെഷർമെന്റ് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഈ ഒരു റെയിൻ ഗേജ് നമ്മൾ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഇത് ഒരിക്കലും ഒബ്സ്ട്രക്റ്റഡ് ആവാനായിട്ട് പാടില്ല. അതായത് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ റെയിൻ ഗേജ് സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. കാരണം മഴ പെയ്യുവാണെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻസിലൊക്കെ തട്ടി അത് ആ ഒരു മെഷർമെന്റ് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. സോ നമ്മൾ റെയിൻ ഗേജിനെ കീപ്പ് ചെയ്യേണ്ടത് ഒരു അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ലാൻഡിലായിരിക്കണം. അൺഒബ്സ്ട്രക്റ്റഡ് ലാൻഡിലായിരിക്കണം റെയിൻ ഗേജ് സ്ഥാപിക്കേണ്ടത്. അപ്പൊ അതിന് പറയുന്ന ഒരു മിനിമം എത്ര ഏരിയ വേണം എന്ന് പറയുന്നുണ്ട്. 5.5 മീറ്റർ ബൈ 5.5 മീറ്റർ ആണ് ആ ഒരു ഏരിയ പറയുന്നത്. അത്രയും ദൂരത്തിൽ, അത്രയും ഒരു ഏരിയയിലെങ്കിലും അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ടായിരിക്കണം റെയിൻ ഗേജ് സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ അൺഒബ്സ്ട്രക്റ്റഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ, റെയിൻ ഗേജ് സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ അധികം വിൻഡ് കാരണം അധികം പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്ലഡ് ഒക്കെ വരുവാണെങ്കിൽ അതും ആ ഒരു ഏരിയനെ ഒട്ടും ബാധിക്കാനായിട്ട് പാടില്ല. അത്തരം സ്ഥലങ്ങളായിരിക്കണം നമ്മൾ റെയിൻ ഗേജിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റെയിൻ ഗേജില്. നോ ഒബ്ജക്ട് ഷുഡ് ബി ദർ വിത്തിൻ ട്വൈസ് ദി ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓർ 30 മീറ്റർ. അതായത് എനിക്കൊരു റെയിൻ ഗേജ് ഉണ്ട്. ആ റെയിൻ ഗേജിന്റെ അടുത്ത് വരുന്ന, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആ അടുത്ത് കിടക്കുന്ന ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റിന്റെ 2 times അത്രയും ദൂരത്തിലായിരിക്കണം. ഓക്കെ, സപ്പോസ് ഞാൻ വിചാരിക്കുവാണ് എന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണ്. അതിന്റെ ഹൈറ്റ് ഞാൻ x എന്ന് എടുക്കുവാണെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് റെയിൻ ഗേജിൽ നിന്നുള്ള ദൂരം 2x ആയിരിക്കണം. ഓക്കെ, 2x ആയിരിക്കണം, അല്ലെങ്കിൽ 30 മീറ്റർ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഒരിക്കലും 2x-നേക്കാളും താഴെ വരാനോ അതുമല്ലെങ്കിൽ 30 മീറ്ററിനേക്കാളും താഴെ വരാനോ പാടില്ല. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മിനിമം ആയിരിക്കും ചൂസ് ചെയ്യേണ്ടി വരിക. സപ്പോസ് എനിക്ക് കിട്ടുന്നത് ഈ 2x എന്ന് പറയുന്നത് ഒരു 15 മീറ്ററും ഞാൻ 30 മീറ്ററും കമ്പയർ ചെയ്യുമ്പോൾ 30 ആണ് വലുത് അല്ലേ? അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 30 മീറ്റർ ആയിരിക്കും. ഓക്കെ, കോഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, 2 വാല്യൂസ് വരുവാണെങ്കിൽ അതിൽ നിന്നും മിനിമം എടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് റെയിൻ ഗേജിനെ അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് 30 മീറ്റർ ദൂരത്തിലായിരിക്കണം, അല്ലെങ്കിൽ ട്വൈസ് ദി ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ദൂരത്തിലായിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഈ 2 വാല്യൂസിൽ നിന്നും മിനിമം വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് റെയിൻ ഗേജസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ടൈപ്പ് ഓഫ് റെയിൻ ഗേജിൽ നമുക്ക് 2 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നോൺ റെക്കോർഡിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ്. ഓക്കെ, നോൺ റെക്കോർഡിംഗ് ടൈപ്പ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. നോൺ റെക്കോർഡിംഗ്, പേരിൽ തന്നെയുണ്ട് എന്താ കാര്യം എന്നുള്ളത്. നോൺ റെക്കോർഡിംഗ് ആണ്. അതായത് ഒരിക്കലും അത് ഓട്ടോമാറ്റിക്കലി ഒരു റെക്കോർഡിംഗ് ചെയ്യുന്നില്ല. മാനുവലി നമ്മൾ അവിടെ പോയി മെഷർമെന്റ് എടുക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നോൺ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, നോൺ ഓട്ടോമാറ്റിക്. അതായത് ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു റെയിൻ ഗേജ് ഓട്ടോമാറ്റിക് അല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. മാനുവലി നമ്മൾ ചെയ്താൽ മാത്രമേ മെഷർമെന്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ഈ 2 പേരുകളും ഓർത്ത് വെക്കുക, നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഓർ നോൺ ഓട്ടോമാറ്റിക് ടൈപ്പ്.
ദെൻ റെക്കോർഡിംഗ് ടൈപ്പില് എന്തായിരിക്കും? നോൺ റെക്കോർഡിംഗിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാനുവലി നമ്മൾ പോയി മെഷർമെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ തന്നെ എല്ലാ മെഷർമെന്റ്സും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്നും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് റെയിൻ ഗേജ് എന്നും നമുക്ക് വിളിക്കാം. അപ്പൊ നോൺ റെക്കോർഡിംഗ് ടൈപ്പില് അല്ലെങ്കിൽ നോൺ ഓട്ടോമാറ്റിക് ടൈപ്പിൽ വരുന്ന രണ്ട് റെയിൻ ഗേജസ് ആണ് സൈമൺസ് റെയിൻ ഗേജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന, ഇന്ത്യയിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് സൈമൺസ് റെയിൻ ഗേജ് ആണ്. മറ്റൊന്നുകൂടിയുണ്ട്, ടോട്ടലൈസർ. ടോട്ടലൈസറും ഒരു നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ആണ്. ഇനി റെക്കോർഡിംഗ് ടൈപ്പിലേക്ക് വരാം. റെക്കോർഡിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ്, അതിൽ നമുക്ക് മൂന്നെണ്ണമാണ് ഉള്ളത്. വെയിങ് ബക്കറ്റ് ടൈപ്പ്, ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ്, ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജസ്. ഓക്കെ, വെയിങ് ബക്കറ്റ് ടൈപ്പ് ഉണ്ട്, ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ് ഉണ്ട്, ഫ്ലോ ടൈപ്പ് റെയിൻ ഗേജും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ സൈമൺസ് റെയിൻ ഗേജ് ആണ്. സൈമൺസ് റെയിൻ ഗേജ് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഈ ഒരു ഇമേജിലേക്ക് നോക്കുക. നമുക്ക് ഇവിടെ പുറത്തൊരു മെറ്റൽ കണ്ടെയ്നർ ഉണ്ട്. ഒരു കണ്ടെയ്നറിന്റെ ഉള്ളില് ഒരു കളക്ടിംഗ് ബോട്ടിൽ കാണാം. കളക്ടിംഗ് ആ ഫണലിലൂടെ ആയിരിക്കും ഇതിലേക്ക് വരുന്ന മഴ ഈ കട്ടിംഗ് ഗേജിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ മഴ വരുന്ന ആ ഒരു ഭാഗത്തിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12.7 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, 12.7 സെന്റിമീറ്റേഴ്സ്. അതിന്റെ ഹൈറ്റ് 30.5 ആണ്. 30.5. ഓക്കെ, ഫണലിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12.7 സെന്റിമീറ്റർ. അതിന്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ആ ഒരു സെറ്റപ്പിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 30.5 ആണ്. അപ്പൊ കാര്യം വളരെ സിമ്പിൾ ആണ്. എന്താണ്? മഴ വരുന്നു, അപ്പൊ ഈ ഫണലിലൂടെ അത് കളക്ടിംഗ് ബോട്ടിലേക്ക് എത്തുന്നു. ഈ കളക്ടിംഗ് ബോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ഹൈറ്റില് മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും മെഷർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. അപ്പൊ ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കി വെക്കാം. ദിസ് ഇസ് ദി മോസ്റ്റ്ലി യൂസ്ഡ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ. നോൺ റെക്കോർഡിംഗ് ടൈപ്പില് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൻ ഗേജ് എന്ന് പറയുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണ്. ഈ കളക്ടിംഗ് ബോട്ടിലിന്റെ, ഇതാണ് നമ്മുടെ കളക്ടിംഗ് ബോട്ടിൽ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ഇവിടെ കാണാം, കളക്ടിംഗ് ബോട്ടില്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 75 to 100 mm ആണ്. അല്ലെങ്കിൽ 7.5 മുതൽ 10 സെന്റിമീറ്റർ വരെയാണ് ഈ ഒരു കളക്ടിംഗ് ബോട്ടിലിന്റെ കപ്പാസിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3-4 തവണയൊക്കെ ചിലപ്പോൾ മെഷർമെന്റ് എടുക്കേണ്ടതായിട്ട് വരും. Now, expressing the precipitation in the form of depth in centimeter. അപ്പൊ ഈ ഒരു റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മഴയുടെ അളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡെപ്തിന്റെ ടേംസിലാണ്. ഓക്കെ, ഡെപ്തിന്റെ ടേംസിലാണ് സൈമൺസ് റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ മഴ അളക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്ക് ഇതൊരു സംശയം വരും, മഴ മാത്രമാണോ, ഇനി അഥവാ വല്ല ഐസോ അല്ലെങ്കിൽ സ്നോ ഒക്കെയാണ് പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പൊ നമുക്ക് പറയാം, ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്നോഫോളും മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ടേംസ് ഓഫ് വാട്ടർ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ ആ ഫണൽ പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഡയറക്ട്ലി സ്നോനെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് വീഴാനായിട്ട് അനുവദിക്കുന്നു. അതിനുശേഷം ഇത് മെൽറ്റ് ആയ ശേഷം അതിനെ വാട്ടറിന്റെ ടേംസിൽ
നമുക്ക് ഡെപ്ത് യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ ഈ ഒരു സെറ്റപ്പ് നമുക്ക് സ്നോഫോളിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് 0.2 mm ആണ്. 0.2 mm. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. 0.2 mm ആണ് ലീസ്റ്റ് കൗണ്ട്. അപ്പൊ ഈ ഒരു റെയിൻ ഗേജിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഞാൻ റെഡിങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ദിസ് ഇസ് ദി മോസ്റ്റ്ലി യൂസ്ഡ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ. പിന്നെ കളക്ടിംഗ് ബോട്ടിലിന്റെ കപ്പാസിറ്റി 7.5 മുതൽ 10 സെന്റിമീറ്റർ വരെയാണ്. നമ്മൾ പ്രസിപ്പിറ്റേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഡെപ്തിന്റെ ടേംസിലാണ്. അതുകൂടാതെ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഓക്കെ, പറ്റുമെങ്കിൽ ഈ ഒരു സെറ്റപ്പിന്റെ ആ ഒരു മുകൾ ഭാഗത്തെ ഡയമീറ്ററും മൊത്തം ഹൈറ്റും ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ടൈപ്പ്, ടോട്ടലൈസർ. ഈ ടോട്ടലൈസറിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇത് സൈമൺസ് റെയിൻ ഗേജിന്റെ അതേപോലെ തന്നെയാണ്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് സൈമൺസ് റെയിൻ ഗേജ് നമുക്ക് ഇതിനെ വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഷേപ്പും അതുപോലെ ഇതിന്റെ കോമ്പണൻസും എല്ലാം സൈമൺസ് റെയിൻ ഗേജ് പോലെ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻസ് സൈമൺസ് റെയിൻ ഗേജിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. ഡയമെൻഷൻസ് ആർ ബിഗ് കമ്പയർഡ് ടു സൈമൺസ് റെയിൻ ഗേജ്. അപ്പോൾ ഈ ഒരു ടോട്ടലൈസറിലും നമ്മൾ പ്രസിപ്പിറ്റേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഡെപ്തിന്റെ ടേംസിലാണ്. അതിന് യൂസ് ചെയ്യുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ആയിരിക്കും. അത് സൈമൺസ് റെയിൻ ഗേജിലെ പോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സൈമൺസ് റെയിൻ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹില്ലി ഓർ ഇൻആക്സസിബിൾ റീജിയൻസിലാണ്. ഓക്കെ, അപ്പൊ ഹില്ലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻആക്സസിബിൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സൈമൺസ് റെയിൻ ഗേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അവിടെ പോയി മെഷർമെന്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അത്തരം ഇൻആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടോട്ടലൈസർ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഡയമെൻഷൻസ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസിപ്പിറ്റേഷന് ഈ ഒരു റെയിൻ ഗേജിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ടോട്ടലൈസർ ഹില്ലി ഓർ ഇൻആക്സസിബിൾ റീജിയൻസിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടലൈസറിൽ നമ്മൾ മഴയുടെ അളവ് മെഷർ ചെയ്യുന്നത് വൺസ് ഇൻ എ വീക്ക് ഓർ ഇൻ 2 weeks ആണ്. ഓക്കെ, അപ്പൊ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയോ നമ്മൾ മെഷർമെന്റ് എടുത്താൽ മതി. ഇപ്പൊ കുറച്ചുകൂടി മാനുവൽ ആയിട്ടുള്ള ഒരു വർക്ക് കുറവാണ്. നോട്ട് അക്യുറേറ്റ് ഡ്യൂ ടു ഇവാപറേഷൻ ലോസസ്. അപ്പൊ ടോട്ടലൈസറിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇവാപറേഷൻ ലോസസ് ഒരുപാട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു മെഷർമെന്റ് എടുക്കാനായിട്ട് ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ആണ് പോകുന്നത്. സോ ഈ ഒരു ടൈമിൽ അതിൽ നിന്നും ഒരുപാട് ഇവാപറേഷൻ സംഭവിക്കാനും നമ്മുടെ ഒരു മെഷർമെന്റിന്റെ അക്യുറസി അത് കുറയ്ക്കാനുമുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ടോട്ടലൈസറിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് അല്ലെങ്കിൽ നോൺ ഓട്ടോമാറ്റിക് ടൈപ്പിൽ വരുന്ന 2 റെയിൻ ഗേജസ് ആയിരുന്നു. അടുത്തതായിട്ട് നമ്മൾ റെക്കോർഡിംഗ് ടൈപ്പിലേക്ക് വരുവാണ്. റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് റെയിൻ ഗേജ് ആണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ആണ് വെയിങ് ബക്കറ്റ് ടൈപ്പ്. അപ്പൊ ഇതിന്റെ കോമ്പണൻസ് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. എന്താണ്? മഴ ഇതിലേക്ക് പ്രസിപ്പിറ്റേഷൻ ഇതിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്കൊരു റിസീവിംഗ് ഫണൽ ഉണ്ട്. ആ റിസീവിംഗ് ഫണലിൽ നിന്നും വാട്ടർ എങ്ങോട്ട് പോകുന്നു? ഇവിടെ താഴെയുള്ള ഈ ക്യാച്ച് ബക്കറ്റിലേക്ക് പോകുന്നു. ഈ ക്യാച്ച് ബക്കറ്റിന്റെ താഴെയായിട്ട് നമുക്കൊരു സ്പ്രിംഗ് ബാലൻസ് കാണാം. ഓക്കെ, ഒരു സ്പ്രിംഗ് ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിംഗ് ബാലൻസിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പെന്നും ദെൻ ഇവിടെ ഒരു റിവോൾവിംഗ് ഡ്രമ്മും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയായിരുന്നു? ഒരു ഫണലുണ്ട്. ഫണലിൽ നിന്നും വെള്ളം ക്യാച്ച് ബക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്ത് ക്യാച്ച് ബക്കറ്റിന്റെ വെയിറ്റ് കൂടും. സോ അത് താഴേക്ക് ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കും. സോ സ്പ്രിംഗ് ബാലൻസും അതനുസരിച്ച് കംപ്രസ്ഡ് ആവും. സോ ഇത് കംപ്രസ്ഡ് ആവുന്ന സമയത്ത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പെന്ന് റിവോൾവിംഗ് ഡ്രമ്മിൽ ചില ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വെള്ളം ഡ്രെയിൻ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ക്യാച്ച് ബക്കറ്റ് അഗെയിൻ മുകളിലേക്ക് ഉയരുന്നുണ്ടായിരിക്കും.
സോ ആ സമയത്തും പെന്ന് റിവോൾവിംഗ് ഡ്രമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ഡ്രം റൊട്ടേറ്റ് ഈവൻ ഇഫ് ദർ ഈസ് നോ റെയിൻ. ഓക്കെ, അപ്പൊ ഈ ഇവിടെ കാണുന്ന ഈ റിവോൾവിംഗ് ഡ്രം അതിന് മഴ പെയ്യണമെന്നൊന്നുമില്ല, അത് എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും ഒക്കെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ ക്യാഷ് ബക്കറ്റിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് അനുസരിച്ചിട്ട് പെന്ന് ഗ്രാഫ് ഈ റിവോൾവിംഗ് ഡ്രമ്മിന് മുകളിൽ പതിച്ചിട്ടുള്ള ആ ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ ഒരു ഗ്രാഫാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റെയിൻ ഗേജിൽ നിന്നും കിട്ടുന്ന മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത് ആ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. റെക്കോർഡ് ഫ്രം റെയിൻ ഗേജ് ഈസ് മാസ് കർവ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെയിങ് ബക്കറ്റ് ടൈപ്പ് റെയിൻ ഗേജിൽ നമുക്ക് കിട്ടുന്ന റെക്കോർഡ് ഞാൻ പറഞ്ഞു ഒരു ഗ്രാഫാണ് കിട്ടുന്നുണ്ടായിരിക്കുക. ആ ഗ്രാഫിന്റെ പേരാണ് മാസ് കർവ്. ഓക്കെ, മാസ് കർവ് എന്നാണ് അതിനെ വിളിക്കുന്നത്. വി ക്യാൻ മെഷർ റെയിൻഫോൾ ആൻഡ് സ്നോ. അപ്പൊ ഇതിലും നമുക്ക് റെയിൻഫോളും മെഷർ ചെയ്യാൻ പറ്റും, സ്നോയും മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാസ് കർവ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ താഴെ ഒരു മാസ് കർവ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ് ആക്സിസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടൈം ആണ്. ടൈം. Y ആക്സിസിൽ accumulated precipitation in centimeter. So mass curve is a graph plotted between accumulated precipitation and time. Okay, accumulated precipitation-ഉം ടൈമും തമ്മിൽ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് മാസ് കർവ്. അതാണ് വെയിങ് ബക്കറ്റ് ടൈപ്പ് റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറയുവാണ് 0 എന്ന് പറയുന്ന ഒരു ടൈം എടുത്താൽ, 0 എന്ന് പറയുന്ന ഒരു ടൈം ഞാൻ എടുക്കുവാണ്. അപ്പൊ മഴ എത്രയാണ്? അവിടെ മഴയില്ല, 0 തന്നെയാണ്. ദെൻ അടുത്ത ഒരു പോയിന്റിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ ചെറിയ രീതിയിൽ പ്രസിപ്പിറ്റേഷൻ റൈസ് ആവാനായിട്ട് തുടങ്ങി. ഇനി ഞാൻ 2 days എന്ന് പറയുന്ന ഒരു ടൈം എടുക്കുമ്പോൾ അതിനെ നേരെ ഞാൻ മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എനിക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേഷൻ ഒരു ദിവസത്തെ, ഇതിന് തൊട്ട് 2 ദിവസത്തെ മഴയാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞു, അതിനുശേഷം എഗെയിൻ അതിന് മുകളിലേക്ക് വീണ്ടും മഴ പെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ദിവസത്തിന്റെ തുടക്കത്തിൽ എത്രയാണോ മഴ അതാണ് എനിക്ക് ഈ ഗ്രാഫിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ദിവസം എത്ര മഴ പെയ്തു എന്നുള്ളതല്ല, അതിന് തൊട്ട് മുമ്പത്തെ മഴയും ഇതിന്റെ കൂടെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അക്യുമുലേറ്റഡ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫാണ് നമുക്ക് വെയിങ് ബക്കറ്റ് ടൈപ്പ് ഉപയോഗിച്ചിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതില് നമുക്കൊരു ഹൊറിസോണ്ടൽ പോർഷൻ കാണാം. ഓക്കെ, ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ട്. അതെന്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ആർക്കെങ്കിലും പറയാമോ? ഹൊറിസോണ്ടൽ പോർഷൻ എന്തായിരിക്കും? എനിക്ക് ഒന്നാമത്തെ ദിവസം, ഓക്കെ, 0 എന്ന് പറഞ്ഞ സമയം തുടങ്ങി, ഒന്നാമത്തെ ദിവസം എത്തിയപ്പോ എനിക്കൊരു മഴ കിട്ടി. അത് 5 ആണെന്ന് എടുത്തോളൂ, 5. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലേക്ക് ഞാൻ കടന്നു. അടുത്ത ദിവസം എത്തിയപ്പോ എനിക്ക് 10 എന്ന് പറയുന്ന ഒരു മഴയാണ് കിട്ടിയത്. ദെൻ ഇവിടെ ഒരു ടൈം ഉണ്ട്, അത് ഞാൻ തൽക്കാലത്തേക്ക് 2.7 എന്ന് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ എനിക്കൊരു മഴ കിട്ടിയിട്ടുണ്ട്. അത് എത്രയായിരുന്നു? ലെറ്റ് ഇറ്റ് ബി 11. ഓക്കെ, കറക്റ്റ് അല്ല എങ്കിലും 11 എടുക്കുവാണ്. ദെൻ 3.2 എന്ന് പറയുന്ന ഒരു സമയത്തും എനിക്ക് 11 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഡ്യൂറേഷനിൽ, അതായത് ഇവിടെ കാണുന്ന 11 എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് മുതൽ 3.2 എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് വരെയുള്ള മഴ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ എ മാസ് കർവ് റെപ്രസെന്റ് നോ റെയിൻഫോൾ. ഓക്കെ, ഈ 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് മഴയൊന്നും പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് അക്യുമുലേറ്റഡ് റെയിൻഫോൾ ആണ്. അപ്പൊ 2.7 എന്ന് പറഞ്ഞ ഒരു സമയം എടുത്താൽ എനിക്ക് 11 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടി. അതിനുശേഷം 3.2 എടുക്കുമ്പോഴും എനിക്ക് 11 ആണ് കിട്ടുന്നത്. അതായത് 2.7 തുടങ്ങി 3.2 എത്തുന്ന വരെ എനിക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല.
അതുകൊണ്ടാണ് 11 ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്തത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ഡ്യൂറേഷനിൽ അവിടെ മഴയൊന്നും പെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോ റെയിൻഫോൾ ആണ് ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് മാസ് കർവിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ.